ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും ആ പെൻഡ്രൈവിലെ ദൃശ്യങ്ങൾ വീണ്ടും ആ മേഘങ്ങൾ മറഞ്ഞ ശേഷമുള്ള ദൃശ്യങ്ങൾ വീണ്ടും അതിൽ പ്ലേ ആവുകയാണ്. പക്ഷേ ശാലിനി അത് കാണുന്നുണ്ട്, അർജുനും കാണുകയാണ്, ചന്ദ്രബോസും കാണുന്നുണ്ട്. അന്നേരം വിജയൻ പറഞ്ഞത് ശരിയായിരുന്നു അല്ലേന്നും പറഞ്ഞ് ചന്ദ്രബോസ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ആദ്യം സുസ്മിത കാണുന്നില്ല. അന്നേരവും അമീർ അബ്ദുള്ള അങ്ങ് വാദിക്കുകയാണ്, എൻ്റെ കക്ഷിക്ക് ഇതുപോലെ ഈ പ്രോസിക്യൂഷൻ ആരോപിച്ചതുപോലെയുള്ള കുറ്റകൃത്യം ചെയ്യുന്നതിനോ എന്തിനെ ആലോചിക്കുന്നത് പോലും കഴിയില്ല. തുമ്പപ്പൂവിൻ്റെ വിശുദ്ധിയും തുളസി കതിറിൻ്റെ നൈർമല്യവുമുള്ള സാധാരണ പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് വാദിക്കുമ്പോഴാണ് സുസ്മിത ഇത് കണ്ട് ഈ ദൃശ്യങ്ങൾ കണ്ടങ്ങ് അന്തം വിട്ട് നിൽക്കുന്നത്. അന്നേരം വിഷ്ണു നോക്കുന്നില്ല എന്ന്. വിഷ്ണു ആണെങ്കിൽ ആകെ നിരാശപ്പെട്ട് ഇരിക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ട അതേ നോക്ക്, വിഷ്വൽസ് ഉണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു അതിലേക്ക് നോക്കുകയാണ്. പ്രീതി എല്ലാവരും അത് കാണുകയാണ്, ശ്രീരഞ്ജിനി എല്ലാവരും. തുടർന്ന് സുസ്മിതയാണെങ്കിൽ ഇങ്ങനെ വായും തുറന്ന് അന്തം വിട്ട് ആ ദൃശ്യങ്ങളിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് അമീർ അബ്ദുള്ള അങ്ങ് കത്തിക്കയറുകയാണ്. അമീർ അബ്ദുള്ള സുസ്മിതയെ ശ്രദ്ധിക്കുമ്പോഴാണ് സുസ്മിത നോക്കുന്ന ആ വിഷ്വൽസിലേക്ക് അമീറും കാണുന്നത്. അന്നേരം അതെല്ലാം വ്യക്തമായിട്ട് അതിൽ കാണിക്കുകയാണ്. ചെരുപ്പ് കൊണ്ട് അതിൽ താഴേക്ക് തള്ളിയിടുന്നതും ഒക്കെ, പിന്നെ പ്രീതിയുടെ പിറകെ ഓടുന്നതും. തുടർന്ന് അർജുൻ ചാടി എഴുന്നേറ്റ് മൈ ലോർഡ് പ്ലീസ് ലുക്ക് ഇറ്റ് ബാക്ക് എന്ന് പറയുമ്പോൾ ആ ലാപ്ടോപ്പ് തിരിച്ച് ജഡ്ജ് അതെല്ലാം വീക്ഷിക്കുകയാണ്. തുടർന്ന് എന്തൊക്കെ എഴുതി വെച്ച ശേഷം പിന്നെ ജഡ്ജ് പറയുന്നുണ്ട്, ഈ കേസിൻ്റെ വിധി അല്പസമയത്തിനകം പറയുന്നതായിരിക്കും. പിന്നെ ഈ വിഷ്വൽസിൻ്റെ കൂടുതൽ വ്യക്തതയെക്കുറിച്ചും ഹാജരാക്കപ്പെട്ട തെളിവുകളെക്കുറിച്ചും ഒക്കെ കൂടുതൽ അറിയാനായിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അർജുൻ ശങ്കറും പിന്നെ കേസ് ആദ്യമേ അന്വേഷിച്ച ശ്രീരഞ്ജിനിയും ചേംബറിൽ ഹാജരാകണം. വിധി അല്പസമയത്തിനകം പറയും എന്ന് പറഞ്ഞിട്ട് ജഡ്ജി അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. തുടർന്ന് നല്ല അമിത വിശ്വാസത്തിലിരിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും പ്രീതിയും ഒക്കെ. ഇതേസമയം സുസ്മിതയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഒരു പെട്ട കുഴിഞ്ഞ അവസ്ഥയിൽ, ഇതുവരെ കാണാത്തൊരു പരിഭ്രാന്തിയും പേടിയും ഒക്കെ സുസ്മിതയുടെ മുഖത്ത് കാണാനുണ്ട്. അന്നേരം അമീർ അബ്ദുള്ള ചെന്ന് പിന്നെ ചന്ദ്രബോസിനോട് ചന്ദ്രബോസ് എന്ന് അമീർ അബ്ദുള്ളയോട് ചോദിക്കുകയാണ്, കേസിൻ്റെ വിധിയും എന്താവുമെന്ന്, സാറിന് വല്ല കണക്ക് കൂട്ടലും ഉണ്ടോ എന്ന്. അന്നേരം ഡിജിറ്റൽ എവിഡൻസ് കോടതി ഇപ്പോൾ തെളിവായിട്ട് സ്വീകരിക്കാറുണ്ട്. പിന്നെ ഇത് കെട്ടിച്ചമച്ച വിഷ്വലാണ്, കെട്ടിച്ചമച്ചുണ്ടാക്കിയ വിഷ്വൽസ് ആണ് എന്നൊക്കെ നമുക്ക് വാദിക്കാം. പക്ഷെ അത് എത്രത്തോളം വില പോകുമെന്ന് അറിയില്ല. അതൊക്കെ കോടതിയുടെ തീരുമാനം പോലെ ഇരിക്കും എന്ന് പറയുമ്പോൾ ചന്ദ്രബോസും കൺഫ്യൂഷൻ ആവുകയാണ്. ഇയാളെന്ത് തേങ്ങയായി പറയുന്നതെന്നൊക്കെ ചന്ദ്രബോസും മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് അല്പസമയത്തിന് ശേഷം ശ്രീരഞ്ജിനിയും അർജുൻ ശങ്കറും ഒക്കെ ജഡ്ജി ചേംബറിലേക്ക് വിളിപ്പിച്ചല്ലോ. ആ അന്വേഷണം ചർച്ചയൊക്കെ കഴിഞ്ഞ ശേഷം ജഡ്ജി വീണ്ടും കോടതി കൂടുകയാണ്. അന്നേരം വന്നിരിക്കുമ്പോൾ എല്ലാവരും ആകെ അങ്ങ് ടെൻഷനിലിരിക്കുകയാണ്, വിധി എന്താവും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ. തുടർന്ന് സെഷൻ നമ്പറും കേസിൻ്റെ നമ്പരും ഒക്കെ പറഞ്ഞ ശേഷം ആ കേസിൻ്റെ രോഹിത് മോഹൻ എന്ന യുവാവിനെ കൊല്ലപ്പെടുത്താനായിട്ട് സുസ്മിത എന്ന പെൺകുട്ടി ശ്രമിച്ചതിന് എതിരെയുള്ള ആ കേസിൻ്റെ വിധിയാണ് ഇവിടെ പറയാൻ പോകുന്നത് എന്ന് ജഡ്ജി പറയുമ്പോൾ സുസ്മിത അങ്ങ് ആകെ അന്തം വിട്ടിരിക്കുകയാണ്. രോഹിത് മോഹൻ എന്ന യുവാവിനെ കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു പിന്നെ കേസ് ഇവിടെ സംശയാസ്പദമായി തെളിഞ്ഞിരിക്കുകയാണ്. ഡിജിറ്റൽ വിഷ്വൽസും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ സുസ്മിതയ്ക്കെതിരെയുള്ള കുറ്റം ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അർജുനും ശാലിനിയും വിഷ്ണുവും ഒക്കെ അങ്ങ് രോഹിത്തും ഒക്കെ സന്തോഷിക്കുമ്പോൾ അമീർ അബ്ദുള്ളയും ചന്ദ്രബോസും ഒക്കെ തല താഴ്ത്തി നിൽക്കുകയാണ്. സുസ്മിതയും രോഹിത്തും തമ്മിലുള്ളത് ഒരു ഭാര്യാഭർത്തൃ ബന്ധമായതിനാൽ ആദ്യം ഈ കോടതി അവർ തമ്മിലുള്ള ഒരു കുടുംബ കലഹമാണ് എന്നൊക്കെ പറഞ്ഞ് അതിന് കോടതി ഇവിടെ ഖേദിക്കുന്നു. ആദ്യം ഈ കേസ് രോഹിത് മോഹനെ കൊല ചെയ്യപ്പെട്ടു, സുസ്മിത കൊന്നു എന്നുള്ള രീതിയിലാണ് കേസ് വന്നത്. പിന്നെ ഇത് കോർപ്പസ് ഡെൻസിറ്റി അനുസരിച്ച് രോഹിത് മോഹൻ കോടതിയിൽ ഹാജരായപ്പോൾ കേസിൻ്റെ ഗതി തന്നെ മാറി. ഇങ്ങനെ ഒരു കേസ് ഉണ്ടോ എന്ന് പോലും സംശയിച്ചു. ആ കുടുംബകലഹം എന്ന് പറഞ്ഞതിൽ വീണ്ടും ഖേദിക്കുന്നു എന്നൊക്കെ ജഡ്ജി പറയുകയാണ്. ഒരു ഭാര്യ ഒരു ഭർത്താവിനോടെന്നല്ല ഒരു മനുഷ്യജീവിയോടും ചെയ്യാൻ പാടില്ലാത്ത കുറ്റമാണ് ഇവിടെ സുസ്മിത എന്ന പെൺകുട്ടി രോഹിത് മോഹനോട് ചെയ്തിരിക്കുന്നത്. ഭാര്യയായിട്ട് നടിച്ച് ഒരു 6 മാസത്തോളം ഭർത്താവിൻ്റെ കൂടെ നിന്ന് ഭർത്താവിനെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഒരു കറ തീർന്ന കുറ്റവാളി തന്നെയാണ് സുസ്മിതയുടെ മനസ്സിനകത്തുള്ളത്. ഇവിടെ സാക്ഷിമൊഴിയായിട്ട് രേഖപ്പെടുത്ത PWD 7 പ്രീതി ഇതിന് ദൃക്സാക്ഷിയാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ്. പിന്നീട് ആദ്യം ഇത് കൊലക്കേസായിട്ടാണ് വന്നതെങ്കിലും പിന്നീട് രോഹിത് മോഹൻ ജീവനോടെ തിരിച്ചു വന്നു. പക്ഷേ ഇത് പ്രതിയുടെ മാനസികാവസ്ഥ, ക്രിമിനൽ ബുദ്ധിയൊക്കെ കണക്കിലെടുത്ത് കൊലക്കേസിൻ്റെ അതേ വകഭേദത്തിൽ തന്നെ ഇതിനെ പരിഗണിക്കണമെന്ന് കോടതി ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്നൊക്കെ അങ്ങ് ജഡ്ജ് പറയുമ്പോൾ സുസ്മിത അങ്ങ് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ജയിൽ ശിക്ഷ കിട്ടും എന്നുള്ള രീതിയിൽ ബാക്കി എല്ലാവരും വളരെ സന്തോഷത്തിൽ ഈ വിധി കേട്ടുകൊണ്ടിരിക്കുകയാണ്.
കുറ്റകൃത്യം ചെയ്തതിനു ശേഷം പ്രതി ഒരു പ്രത്യേക വിളി കേട്ടതുപോലെ ഒരു പ്രത്യേക ദിശയിലേക്ക് നോക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്ന് പറയുമ്പോൾ പ്രീതി ആ സംഭവം ഓർക്കുന്നുണ്ട്. രോഹിത്തിനെ അങ്ങ് ആ ചെരുപ്പ് കൊണ്ട് തള്ളി താഴേക്ക് ഇടുമ്പോൾ സുസ്മിതയെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ സുസ്മിത ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നതും പിന്നീട് സുസ്മിത പ്രീതിയുടെ പിറകെ ഓടുന്നതും നീ തീർന്നടി എന്നൊക്കെ പ്രീതി പറഞ്ഞുകൊണ്ട് ഓടുന്നതും ഒക്കെ ഓർക്കുകയാണ്. പിന്നെ യാത്രാ സംഘത്തിലുള്ള മറ്റാരും ഈ കുറ്റകൃത്യം അറിയരുത് എന്ന് പിന്നെ അറിയിക്കാനായിട്ട് ആ കോമ സ്റ്റേജിലേക്ക് കണ്ട ദൃക്സാക്ഷിയെ തല കല്ലിലേക്ക് ഇടിക്കുന്നതും എല്ലാം വിഷ്വൽസിൽ ദൃശ്യമാണ് എന്നൊക്കെ അങ്ങ് വാദിക്കുമ്പോൾ സുസ്മിത അങ്ങ് അന്തം വിട്ട് സുസ്മിതയുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വരുന്നുണ്ട്. ഇതുവരെ കാണാത്തൊരു പേടിയും പരിഭ്രാന്തിയും ഒക്കെ ആയിട്ട് സുസ്മിത പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. പ്രീതി മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രീതിയുടെ പിന്നാലെ ഈ പ്രതി ഓടിയത് എന്നുള്ളതൊക്കെ ശ്രീരഞ്ജിനിയുടെ വാദവും അംഗീകരിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് തല കല്ലിലേക്ക് ഇടിക്കുന്ന ദൃശ്യം CCTV ഫുട്ടേജിലില്ല, പക്ഷേ പ്രതി തന്നെയാണ് അത് ചെയ്തതെന്ന്. പ്രതിയുടെ മാനസികാവസ്ഥയും ബാക്കിയുള്ള വിഷ്വൽസും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് പ്രീതിയുടെ മൊഴിയിൽ നിന്നും അതും കോടതി വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രീതിയൊക്കെ അങ്ങ് സന്തോഷത്തിലിരിക്കുകയാണ്. ആ വിഷ്വൽസ് വിശ്വസിക്കുന്നതിൻ്റെ വിശദീകരണം അവിടെ ജഡ്ജി തന്നെ പറയുന്നുണ്ട്. പ്രീതി പാറപ്പുറത്തേക്ക് തലയിടിച്ച് വീണ ശേഷം ഉരുളുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് സുസ്മിത തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രീതിയുടെ ശരീരത്തിൽ ഒന്നിൽ കൂടുതൽ ക്ഷതങ്ങളും എക്സ്റേ റിപ്പോർട്ടും എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ സുസ്മിത തന്നെയാണ് അത് ചെയ്തതെന്നുള്ളതും സുസ്മിതയ്ക്ക് നേരെ തന്നെയാണ് അത് വിരൽ ചൂണ്ടുന്നതും എന്ന് കോടതി ഇവിടെ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നു എന്നും ജഡ്ജി പറയുകയാണ്. ഇത്രയും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷവും വീണ്ടും പ്രീതിയുടെയും രോഹിത്തിൻ്റെയും കൂടെ താമസിക്കുകയും കുടുംബത്തിൽ ഇങ്ങനെ സ്വൈര്യവ്യവഹാരം നടത്തുകയും ഒക്കെ ചെയ്തത് പ്രതിയുടെ മാനസികാവസ്ഥ എത്രത്തോളം ക്രിമിനൽ ബുദ്ധിയുണ്ട് എന്നതൊക്കെ കോടതി ശരിവെക്കുന്നു. പിന്നീട് നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിനുശേഷം നടത്തിയ കിഡ്നാപ്പിംഗ് നാടകം പിന്നെ നുണപരിശോധനയ്ക്ക് വന്നപ്പോൾ ഹാർട്ട് ബീറ്റും പൾസും പ്രഷറും ഒക്കെ കൂടാനായിട്ടുള്ള നിരോധിത മരുന്ന് കഴിച്ചതും എല്ലാം ഗൗരവത്തിലാണ് കോടതിയുടെ കണക്കാക്കുന്നത്. അതിനുശേഷം കോടതിയിൽ പ്രീതി മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടി മയക്കുമരുന്ന് കൊടുത്ത് പിന്നെ മയക്കി കിടത്തിയതും എല്ലാം ഗൗരവത്തിൽ കാണുന്നു. പക്ഷേ ഈ കേസുമായിട്ട് അത് കൂട്ടിക്കുഴയ്ക്കുന്നില്ല. അത് വേറൊരു കേസായിട്ട് കണക്കിലെടുത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് അതിന് കേസ് ഫയൽ ചെയ്യാനായിട്ട് വീണ്ടും പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസ് കിങ്സ് എന്നും പറഞ്ഞങ്ങ് നിൽക്കുകയാണ്. അമീർ ആണെങ്കിൽ തല താഴ്ത്തി തന്നെ ഇരിക്കുന്നുണ്ട്, തല ഉയർത്തി നോക്കുന്നത് പോലുമില്ല. ഇത്രയ്ക്ക് മാനസിക വിഭ്രാന്തിയും ക്രിമിനൽ ബുദ്ധിയും ഒക്കെ ഉള്ള പ്രതി ഇങ്ങനെ സമൂഹത്തിന് തന്നെ അപമാനമാണ്, അപകടകരമാണ്. അതുകൊണ്ട് കിട്ടാവുന്ന പരമാവധി ശിക്ഷ തന്നെ ഈ പ്രതിക്ക് കൊടുത്തുകൊണ്ട് സമൂഹത്തെ രക്ഷിക്കണം എന്നുള്ളത് ഈ കോടതി പരിഗണിച്ചുകൊണ്ട് സുസ്മിതയ്ക്ക് ബന്ധപ്പെട്ട എല്ലാ ഇതിലും തെളിവുകളിലും കേസിലുമൊക്കെ കുറ്റം ചുമത്തി 6 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് സുസ്മിതയെ കോടതി വിധിക്കുന്നു എന്ന് പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ കണ്ണും തള്ളി വായും തുറന്ന് നിൽക്കുകയാണ്. അന്നേരം ബാക്കി അർജുൻ ശങ്കർ ആണെങ്കിൽ ജയിച്ചു എന്നുള്ള ഉദ്ദേശം മേശപ്പുറത്ത് ഇങ്ങനെ കൈയൊക്കെ അടിക്കുന്നുണ്ട്. അമീർ അബ്ദുള്ളയും ചന്ദ്രബോസും ഒക്കെ അന്തം വിട്ട് നോക്കുകയാണ് ജഡ്ജിയിൽ തന്നെ. അന്നേരം വിഷ്ണു അങ്ങ് കൈകൂപ്പി തൊഴുകയാണ് എല്ലാവരെയും അങ്ങനെ ശിക്ഷ കിട്ടിയതിൽ. വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ് ശാലിനി ആണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈകളിൽ ഇങ്ങനെ ഇറുക്കി പിടിക്കുന്നുണ്ട്. രോഹിത്തും പ്രീതിയും ഒക്കെ ആകെ സന്തോഷത്തിലാണ് സുസ്മിതയ്ക്ക് 6 വർഷം തടവ് ശിക്ഷ കിട്ടിയതിൽ. തുടർന്ന് ശ്രീരഞ്ജിനി മേലുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ എല്ലാം പിൻവലിക്കാനും സസ്പെൻഷൻ പിൻവലിക്കാനും എല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് കോടതി നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദ കോർട്ട് ഈസ് അഡ്ജേർഡ് എന്ന് പറഞ്ഞിട്ട് ഹാമർ എടുത്ത് മേശപ്പുറത്ത് 2 അടി അടിച്ചിട്ട് ജഡ്ജി എല്ലാവരെയും തൊഴുതു പിരിയുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് വിഷ്ണു അങ്ങ് ആകെ സന്തോഷത്തിലാണ്. വിഷ്ണു ഇങ്ങനെ കൈ ഉയർത്തി തമ്പ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അർജുന് മേലിൽ. അന്നേരം അർജുനും അതേപോലെ തിരികെ കാണിക്കുകയാണ്. തുടർന്ന് ഓരോരുത്തരായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. അമീർ അബ്ദുള്ള ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് ചന്ദ്രബോസിനെ ഒന്ന് നോക്കിയിട്ട് തല കുനിച്ചങ്ങ് പുറത്തേക്ക് പോവുകയാണ്. വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന് അർജുൻ വിഷ്ണു എന്നും പറഞ്ഞിങ്ങനെ കൈ കൊടുക്കുകയും തങ്ങളുടെ കെട്ടിപ്പിടിക്കുകയും ആകെ ഒരു ബഹളമാണ്. ശാലിനിയും പ്രീതിയും ഒക്കെ അടുത്ത് നിൽപ്പുണ്ട്. തുടർന്ന് അവരങ്ങനെ കെട്ടൊക്കെ വിട്ട് മാറിയിട്ട് വാ അളിയാന്നും പറഞ്ഞ് വിഷ്ണു അർജുനും തമ്മിൽ വിളിച്ചുകൊണ്ട് അവരങ്ങ് പോവുകയാണ്. അതേസമയം ആ പ്രതിക്കൂട്ടിൽ സുസ്മിത മാത്രമാവുകയാണ്, ചന്ദ്രബോസ് മാത്രമാവുന്നുണ്ട്. അതിനു മുന്നേ ചന്ദ്രബോസിനെ ഒരു ഒറ്റ നോട്ടം നോക്കിയിട്ട് വിഷ്ണുവും ശാലിനിയും കൂടി ആ കോടതി മുറിയിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. തുടർന്ന് അങ്ങ് കരഞ്ഞു നിൽക്കുന്ന സുസ്മിതയുടെ അടുത്തേക്ക് ചന്ദ്രബോസ് എന്നിട്ട് മോള് വാ എന്നും പറഞ്ഞിങ്ങനെ കൈപിടിക്കുകയാണ്. അന്നേരം കണ്ണീരൊക്കെ തുടച്ചിട്ട് സുസ്മിത ഇങ്ങനെ ഇറങ്ങിയിട്ട് ചിറ്റപ്പം വാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി വെളിയിലേക്ക് ഇറങ്ങിയാണ്. തുടർന്നുള്ളത് കോടതി വരാന്തയുടെ ആ മുറ്റത്താണ്. അവിടെ വിഷ്ണുവും ശാലിനിയും അർജുനും പ്രീതിയും രോഹിത്തും പിന്നെ ശ്രീരഞ്ജിനിയും ഉണ്ട്. അന്നേരം ചേച്ചി ഒരുപാട് നന്ദിയുണ്ട്, ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ സുസ്മിത രക്ഷപ്പെട്ടു പോയേനെ എന്ന് ശാലിനി പറയുമ്പോൾ ഇത് എൻ്റെ പ്രൊഫഷണൽ അല്ലേ, അല്ല പിന്നെ എൻ്റെ ഒരു വാശി കൂടിയായിരുന്നു. ഇത്രയും കൊടും കുറ്റവാളിയെ
കൊലപാതകയെ കയ്യിൽ കിട്ടിയിട്ട് രക്ഷപ്പെട്ടു പോയാൽ അത് കേരള പോലീസിന് തന്നെ പിന്നെ അപമാനമല്ലേ. എന്നെ പിന്നെ സസ്പെൻഷനിലൊക്കെ ആക്കിയത് കൊണ്ടാണ് എനിക്ക് വാശി കൂടിയത്, അതുകൊണ്ടാണ് ഞാൻ ഈ CCTV ഫുട്ടേജിൻ്റെ പിറകെ പോയത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നന്ദിയുടെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീരഞ്ജിനിക്ക് ഒരു ഫോൺ വന്ന് ശ്രീരഞ്ജിനി അങ്ങ് മാറിപ്പോകുന്നുണ്ട്. തുടർന്ന് ഇതേസമയം പിന്നെ കോടതി വരാന്തയിൽ ഒരു സൈഡിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമീർ അബ്ദുള്ള. തുടർന്ന് ദേഷ്യത്തോടെ അകത്തു നിന്ന് ഇറങ്ങി വരുന്ന സുസ്മിതയാണെങ്കിൽ എടോ അമീർ അബ്ദുള്ളയെന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അന്നേരം പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ മാറ്റിയിട്ട് എന്താണെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ബ്രെയിൻ ടു ലെറ്റ്, തലച്ചോറ് വാടകയ്ക്ക് എന്തൊക്കെ തള്ളായിരുന്നു, എന്നിട്ട് വഴിയെ പോണ കേസെല്ലാം കൂടെ ചേർത്ത് എനിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു തന്നില്ലേന്ന് ചോദിക്കുമ്പോൾ നിനക്കെന്താ വേണ്ടത് എന്നിങ്ങനെ അമീർ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അന്നേരം ഇതൊക്കെ കോടതിയുടെ മുറ്റത്ത് ഇരിക്കുന്ന വിഷ്ണു, ശാലിനിയും അർജുനും പ്രീതി എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് മോളെ വേണ്ട എന്നൊക്കെ ചന്ദ്രബോസ് പറയുമ്പോൾ ചിറ്റപ്പനൊന്ന് ചുമ്മാ ഇരുന്നേന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പുളുങ്കുരു പോലെ ക്യാഷ് എണ്ണി വാങ്ങിച്ചല്ലോ, എന്നിട്ട് ഇതാണോ എനിക്ക് ശിക്ഷ വാങ്ങിത്തന്നത് എന്നൊക്കെ പറയുമ്പോൾ എടി കോപ്പെ ചുമ്മാ ഇരിക്കടി എന്നും പറഞ്ഞ് അമീർ അബ്ദുള്ള അങ്ങ് ചൂടാവുകയാണ്. നിനക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതി നിയമം തന്നെയാണ്, നീ ചെയ്തതിനുള്ള ശിക്ഷയല്ലേ നിനക്ക് കിട്ടിയത്, അത് കുറച്ച് വൈകിപ്പിക്കുക എന്ന് മാത്രമേ ഈ അമീറിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. പിന്നെ പാടത്ത് ജോലി ചെയ്യുന്നതിന് കൂലി വരമ്പത്തല്ലെങ്കിലും എവിടെയെങ്കിലും നിന്ന് വാങ്ങിച്ചിട്ടേ പോകാനായിട്ട് ഈ ലോകത്തുനിന്ന് സാധിക്കുകയുള്ളൂ. നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിനുള്ള ശിക്ഷയാണ് നിനക്ക് കിട്ടിയത്. അത് അമീർ അബ്ദുള്ളയെ കൊണ്ടെന്നില്ല, സാക്ഷാൽ അള്ളാഹു വിചാരിച്ചാൽ പോലും മാറ്റാൻ കഴിയില്ല. ഭഗവത്ഗീതയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഏതടിക്കും ഒരു തിരിച്ചടിയുണ്ട്. പിന്നെ ഓരോ ധാന്യമണിയിലും അവൻ ആരാണ് കഴിക്കേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പിന്നെ ഖുറാനിലും പിന്നെ ബൈബിളിലും ഒക്കെ ഓരോന്നിൻ്റെ കാവൽക്കാരനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഓരോ ഡയലോഗുകൾ അവിടെ അമീർ അബ്ദുള്ള പറയുകയാണ്. അന്നേരം സുസ്മിതയങ്ങ് ആകെ പെട്ടു നിൽക്കുകയാണ്. നിന്നെ ചെയ്തതിൻ്റെ ശിക്ഷ തന്നെയാണ്, ഇനി നിനക്കുള്ള അരി വേവിക്കുന്നത് ജയിലിലാണെന്ന് നീ കരുതിയാൽ മതി, വേറെ 7 ഓളം കഴിച്ചോ 6 ഓളം കഴിച്ചോ അനുഭവിച്ചോ എല്ലാം കൂടി ചേർത്ത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അമീർ അബ്ദുള്ള അങ്ങ് തിരിയാൻ പോവുകയാണ്. അന്നേരം സാർ എന്ന് പറയുന്നുണ്ട് ചന്ദ്രബോസ് വിളിച്ച്. അപ്പം ഇനി തനിക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് അമീർ പറയുകയാണ്, ഇവളെന്തോ പുളുങ്കുരുവിൻ്റെ കേസ് പറഞ്ഞല്ലോ, ഇവൾ അച്ഛൻ്റെ നിന്ന് വാങ്ങിച്ചെന്ന്, അത് ഇന്ന് തന്നെ ഒരു വ്യത്യാസം വരാതെ തൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും സാറിന് വിളിക്കുകയാണ്. അന്നേരം പോടോ എന്ന് പറഞ്ഞിട്ട് അമീർ അങ്ങ് ഇറങ്ങുകയാണ്. തുടർന്ന് അങ്ങ് ആകെ മാനം കെട്ട് സുസ്മിത നിൽക്കുന്നുണ്ട്. അന്നേരം നീ എന്തിനാ അയാളെ കയറി ചൊറിയാൻ പോയത്, അയാൾ നമുക്ക് ഇനിയും ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഈ വേസ്റ്റിനെയൊക്കെ നമുക്ക് എന്തിനാണ് കള ചിറ്റപ്പാന്നും പറഞ്ഞ് സുസ്മിത വീണ്ടും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അമീർ ആണെങ്കിൽ അർജുനും വിഷ്ണു, ശാലിനി എല്ലാവരും നിൽക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് അർജുൻ്റെ കൈ കൊടുത്തിട്ട് ഹാർട്ട്ലി കൺഗ്രാജുലേഷൻ മിസ്റ്റർ അർജുൻ എന്ന് പറയുമ്പോൾ താങ്ക് യു ഒക്കെ പറയുകയാണ്. കോടതിയിൽ ഞാനങ്ങ് വാദിച്ച് കത്തി കയറുമ്പോഴും എൻ്റെ ഉപബോധ മനസ്സ് എനിക്ക് സൂചന തരുന്നുണ്ടായിരുന്നു, വാദിച്ച് കയറുന്നത് ഞാനാണെങ്കിലും ജയിക്കുന്നത് അർജുൻ ശങ്കർ ആയിരിക്കുമെന്ന്. കാരണം ഞാൻ തലച്ചോറ് കൊണ്ട് വാദിക്കുമ്പോൾ അർജുൻ ഹൃദയം കൊണ്ടാണ് വാദിച്ചത്. കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് കൈ കുലുക്കി ഇങ്ങനെ പറയുമ്പോൾ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് അർജുനും തിരിച്ച് സംസാരിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ജയിച്ചു അല്ലേ എന്നിങ്ങനെ അമീർ ചോദിക്കുമ്പോൾ അങ്ങനെ വേണം അല്ലേ എന്നിങ്ങനെ കൈകെട്ടി ചിരിച്ചിങ്ങനെ വിഷ്ണു പറയുകയാണ്. തുടർന്ന് അമീറിനൊന്നും അവിടെ പറയാനില്ല. ശാലിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പടം ഇവിടം കൊണ്ട് തീരണം എന്നാണ് എൻ്റെ ആശംസ, ഇനി സുസ്മിതയെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ശല്യവും ഉണ്ടാകില്ല എന്നിങ്ങനെ പറയുമ്പോൾ അത് ചിരിച്ച് ശാലിനിയും തലയാട്ടുന്നുണ്ട്. തുടർന്ന് ശരിയെന്ന് പറഞ്ഞ് അമീർ അങ്ങ് മാറിപ്പോകുന്നുണ്ട്. തുടർന്ന് വനിതാ കോൺസ്റ്റബിൾ ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ പോയി കോർട്ട് ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് ചന്ദ്രബോസ് പറയുകയാണ് ഇവളെ വിലങ്ങണിയിച്ചേക്കാനായിട്ട്. തുടർന്ന് വനിതാ കോൺസ്റ്റബിൾ സുസ്മിതയുടെ കയ്യിലേക്ക് വിലങ്ങണിയിക്കുകയാണ് ബലമായിട്ട്. അത് എല്ലാവരും മുറ്റത്തുനിന്ന് കാണുന്നുണ്ട്. വിഷ്ണുവും ശാലിനിയും രോഹിത്തും അർജുനും പ്രീതിയും ഒക്കെ എല്ലാവരും മനസ്സ് നിറഞ്ഞ സന്തോഷത്തിൽ ആ കാഴ്ച കണ്ട് ആസ്വദിക്കുകയാണ്. സുസ്മിത ഇങ്ങനെ കൈവിലങ്ങുമായിട്ട് ഇങ്ങനെ നിസ്സഹായമായിട്ട് നിൽക്കുന്നുണ്ടോ. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന എപ്പിസോഡ് തന്നെയാണ് വന്നത്. സുസ്മിതയ്ക്ക് ജയിൽ ശിക്ഷ കിട്ടിയിരിക്കുകയാണ്. ഇനി കഥ എങ്ങോട്ടാണ് എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഇനി ശാലിനി കളക്ടർ ആവാനുണ്ട്, ഇനിയും ഒരുപാടുണ്ട്, അതൊക്കെ അടുത്ത. ഓക്കെ, താങ്ക് യു.